കാര്യമില്ല. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അരുൺ സാർ വണക്കം. വണക്കം. എന്തായാലും ഞാൻ രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ, അതായത് ഇതിന്റെ മുന്നത്തെ ബഡ്ജറ്റുകളും ഇതിന്റെ മുന്നത്തെ വേർഷൻ, അതായത് 2021 തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റും വെച്ച് നോക്കുമ്പോൾ എന്റെ പരിമിതമായിട്ട് അറിവ് വെച്ച് പറയുകയാണ്, തോമസ് ഐസക്ക് കുറച്ച് വീമ്പത്തരം പറയുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നു. പക്ഷെ അത്രത്തോളം വീമ്പത്തരമില്ലാത്ത ഒരു ബഡ്ജറ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ്, ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും ടച്ച് ചെയ്തു പോയിട്ടുള്ള ഒരു ബഡ്ജറ്റ്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുള്ള ആളാണ്. കിരൺ അറിയാന്ന് വിചാരിക്കുന്നു. എങ്കിലും താങ്കൾ പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു അന്ധമായ രാഷ്ട്രീയ ഏതെങ്കിലും പക്ഷപാതം പറയുന്ന ആളുമല്ല. താങ്കൾ കാര്യങ്ങളെ കുറെ കൂടി വിലയിരുത്തുന്ന ആളാണെന്നാണ് എന്റെ ധാരണ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിരണെ അനുകൂലിച്ചുകൊണ്ട് തന്നെ പറയണത്, വീമ്പനല്ലാത്ത ഒരു ബഡ്ജറ്റ്, എല്ലാ ഇതിലും ടച്ച് ചെയ്തു പോകുന്ന ഒരു ബഡ്ജറ്റ്. വളരെ ചെറിയ അപാകതകളുണ്ട്. ഏത് പരിപാടി ചെയ്താലും അപാകതകൾ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അന്ന് കേരളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപാകതകൾ ഇല്ലാണ്ട് ഒന്നും നടത്താൻ പറ്റില്ല എന്നുള്ളത്. അതിൽ പറഞ്ഞിട്ട് ഇപ്പോഴും പേര് മാറിയാലും കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതൊരു അപാകത തന്നെയാണ്. അത് കേരളയിൽ നിന്നുള്ള പേര് വെക്കാൻ പറ്റില്ല, പേര് മാറിയാലും അങ്ങനെ വരും എന്ന് പറയണ്ടേ. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ധനകാര്യമന്ത്രിയോട് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനോട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് 5 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടില്ലേ, അത് വേറെ പരിപാടി. എന്തായാലും മൂപ്പര് പറഞ്ഞിട്ടുണ്ട് 5 ദിവസത്തേക്ക് ആക്സിഡന്റ് ആയി. ഇപ്പൊ കൂടുതൽ കാണുന്നത് നമ്മള് റോഡ് നന്നാവണതിനനുസരിച്ചിട്ട് ബൈപ്പാസിലായാലും ശരി, ഉൾനാട്ടിലായിട്ടുള്ള റോഡുകളിലായാലും ശരി, റോഡൊക്കെ ഒരുവിധം നന്നായിട്ട് ആ റോഡ് കൂടെ പോകുന്ന സമയത്ത് ആക്സിഡന്റുകൾ ഒരുപാട് ഉണ്ടാവുന്നു. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ വന്ന റോഡായാലും വേണ്ടില്ല, പഞ്ചായത്തിന്റെ ലെവലിൽ വന്ന റോഡായാലും വേണ്ടില്ല, ആക്സിഡന്റുകൾ ഒരുപാടാണ്. ആ ആക്സിഡന്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവർക്ക് കഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങി അതിൽ നിന്ന് ചിലപ്പോൾ ആക്സിഡന്റ് ആവും. ആ ആക്സിഡന്റ് ആയ ആൾക്കാർക്ക് 5 ദിവസം വരേക്ക് ഫ്രീ ആയിട്ട് ശുശ്രൂഷ, പ്രാഥമിക ശുശ്രൂഷ തൊട്ട് മെയിൻ ആയിട്ടുള്ള അത് ബാക്കിയുള്ള ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ വന്നാലേ അറിയുള്ളൂ. അത് ഭയങ്കര ഒരു ഇതുവരെയൊക്കെ എനിക്ക് ഒരിക്കലും പറഞ്ഞ തീരാത്ത ഒരു ഭയങ്കര ഇതായിപ്പോയി. അതുമാതിരി തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്കൂളുകൾ, ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 25 രൂപ, പക്ഷെ അത് കുറച്ച് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. എന്താ 25 രൂപ എന്ന് പറയുമ്പോൾ ദിവസവേതന കണക്കാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ 750 ആവുള്ളൂ മാസം, മന്ത്ലി നോക്കിയാലും. അംഗൻവാടി, ആശാ വർക്കർ എല്ലാവർക്കും 1000 കൊടുത്തിട്ടുണ്ട്. അതേ വർക്ക് ഏതാണ്ട് ഈ സ്കൂളിലെ കുട്ടികളെ പരിചരിച്ച് അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പാകം ചെയ്യുന്ന ആൾക്കാർക്കും അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കും ഉണ്ട്. അവർക്കും അതിലൊരു പക്ഷപാതം കാട്ടിയിട്ട് അതൊരു 25 രൂപ വേതനമാക്കി മാറ്റിയത് മന്ത്ലി 1000 ആക്കിയാൽ നഷ്ടം വരില്ലായിരുന്നു. പക്ഷെ അവര് സ്കൂളിന്റെ കണക്ക് നോക്കിയിട്ടായിരിക്കും ഒരു പക്ഷെ ഈ ദിവസക്കൂലി അല്ലേ, ആ ദിവസക്കൂലി കണക്കായിട്ടായിരിക്കണം മന്ത്രി ചിലപ്പോൾ 25 രൂപ ആക്കിയിട്ടുള്ളത്. അതും ശ്ലാഘനീയമാണ്. അങ്ങനെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പുഷ്പരാജനാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ പുഷ്പരാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ, താങ്കളുടെ ജില്ലക്കാരൻ കൂടിയാണല്ലോ ധനമന്ത്രി, ബജറ്റിനെ വിലയിരുത്തുന്നത്? സാറേ, ഏത് ഗവൺമെന്റ് വന്നാലും ഇപ്പം ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രതീക്ഷയാണ് ഈ കേന്ദ്രം ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേരളം ബജറ്റ് അവതരിപ്പിക്കും. പക്ഷെ സാധാരണക്കാരനാണ്, ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണ ജോലിക്ക് പോകുന്ന ആളാണ്. നിങ്ങൾ പറയും ശമ്പളം കൂട്ടിയെന്ന്. സാധാരണക്കാരന് ശമ്പളം കൂട്ടാം സാർ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കുറയ്ക്കാൻ വേണ്ടി സപ്ലൈകോയ്ക്കൊക്കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.